ബ്രോ പറയണോ അതൊക്കെ മെർസലാണോ ആദ്യം അണ്ണന് ഹാപ്പി ബർത്ത്ഡേ. തുള്ളി കൂവി ചത്ത് മതി, അടിപൊളി ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ടിക്കറ്റ് വരെ കീറി, ബസ്സിന്റെ പൈസ വരെ കീറിയിട്ടൊക്കെയാണ് നിൽക്കുന്നത്. ആ ലെവലിൽ നിൽക്കുകയാണ്. ഇന്ന് ബർത്ത്ഡേക്ക് തന്നെ ആ ഒരു ട്രീറ്റ് കിട്ടിയത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി അടുത്ത ബർത്ത്ഡേക്ക് വിജയ് കംപ്ലീറ്റ്ലി നിർത്തുവാണ്, അതിൻ്റെ ഒരു വിഷമമുണ്ട്. ഇവരും ഭയങ്കര കരച്ചില്ല, ഇവർക്ക് ഞാനാണ് കർച്ചീഫ് കൊടുത്തത്. വിജയുടെ ഏറ്റവും ബെസ്റ്റ് കരിയർ ബെസ്റ്റ് കങ്കുവിന്റെ അത്രയില്ല, പക്ഷേ കങ്കുവിടെ അത്രയില്ല ബ്രോ. പൊളി സാധനം അത്ര തന്നെ. എല്ലാവരും ഒന്ന് കാണാൻ പറയും. ഇപ്പം തന്നെ ബുക്ക് ചെയ്യും. ഞാൻ സൂര്യവേരാണ്, പക്ഷേ വിജയ് തകർത്താടി കളഞ്ഞു, ഒരു രക്ഷയില്ല. ഇനി എന്താ പറയുക? ബേസിക്കലി ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാനല്ല, ഒരു SFC സൂര്യ ഫാനാണ്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്ന് തന്നെയാണ് മെർസൽ. ഫാനല്ലേ പോലും ഒരു നടനെന്നതിനേക്കാളും ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഇഷ്ടമുണ്ട്. റീ റിലീസ് പക്ക കേരളയിലെ വേറെ ലെവൽ സെലിബ്രേഷൻ ചേട്ടാ. மெர்சல் சேட்டா வேறு லெவலு. தமிழில் நாங்கள் விஜய் ஃபேன்ஸு. ரீ ரிலீஸு பக்கா கேரளாவில் வேறு லெவல் செலிப்ரேஷன் ചേട്ടാ. എക്സ്പെക്ട് பண்ணல. ഫസ്റ്റ് കൊണ്ട് അതേ സെയിം വൈബ്, ഒരു രക്ഷയില്ല. സൂപ്പർ സിനിമ, കൊള്ളാം. വളരെ നന്നായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട് വന്നതായതുകൊണ്ട് നന്നായിരുന്നു. വിജയ് ഫാൻ ഞാൻ ഇത് കാണാൻ വേണ്ടി, മെർസൽ കാണാൻ വേണ്ടി മാത്രം പ്ലാൻ ചെയ്ത്. സൂപ്പർ അല്ലേ ബ്രോ 8 വർഷത്തിന് ശേഷം കാണുമ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നല്ല നന്നായിരുന്നു. ആദ്യം ഞങ്ങൾ കാണാൻ പറ്റിയില്ല, ഇപ്പോൾ അത് മാർക്കറ്റ് നൈസായിരുന്നു. അപ്പോൾ ഒരു 4 വർഷം മുന്നേ വന്നത് തന്നെ ആ ഒരു എക്സ്പീരിയൻസ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിജയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് ഓറാന്നൊക്കെ പറയുമ്പോൾ വേറെ ലെവലാണല്ലോ. അപ്പോൾ അത് അന്ന് അനുഭവിച്ചതിന് 1% പോലും കുറയാതെ ഇന്നും കിട്ടിയെന്നുള്ളതാണ്. ഇന്നിപ്പോൾ പെട്ടെന്ന് വന്നതാണ് കാണാൻ. നൈസായിരുന്നു. കൊള്ളാം ബ്രോ. പീക്ക് സിനിമ. നല്ല എക്സ്പീരിയൻസ് തന്നെ. എപ്പോഴും തലപതി കൊള്ളാം. കത്തി വേറെ ലെവൽ, ഒരു ലെവല്. സെറ്റ് തന്നെ എല്ലാം പൊളി ലെവൽ. കൊള്ളായിരുന്നു. നല്ല ഒന്നുകൂടെ റീവാച്ച് ചെയ്തപ്പം കൊള്ളാം. നല്ല എല്ലാം ഭയങ്കര ക്രൗഡും ആയിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ന് ബർത്ത്ഡേക്ക് തന്നെ ആ ഒരു ട്രീറ്റ് കിട്ടിയത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി അടുത്ത ബർത്ത്ഡേക്ക് വിജയ് കംപ്ലീറ്റ്ലി നിർത്തുവാണ്, അതിൻ്റെ ഒരു വിഷമമുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ്. ബ്രോ പറയണോ അതൊക്കെ? നമ്മൾ ചെറിയ പ്രായത്തിലാണ് മെർസൽ ഇറങ്ങി, അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ല ബ്രോ, മാരകം. ഓരോ മിനിറ്റും സുഖിച്ച് ഒരു രക്ഷയില്ല. തിയേറ്റർ എക്സ്പീരിയൻസ്. മെർസലാണോ ആദ്യം അണ്ണന് ഹാപ്പി ബർത്ത്ഡേ. എനിക്ക് തൊണ്ട വയ്യ അണ്ണ, തൊണ്ട വയ്യ. നിങ്ങൾ ആരെങ്കിലും സ്റ്റാറ്റസ് എടുത്ത് നോക്കി നോക്കണം. ആട്ടവും പാട്ടുമായിട്ട് വൈബിങ്. അപ്പോൾ അത് 2017 ഇറങ്ങിയ പടം ഒന്നും ഒരുത്തരും കണ്ടാൽ പറയൂല. ഇപ്പോഴും ആട്ടവും പാട്ടുമായിട്ട് ഫുള്ള് ജോളിയായിട്ട് നടക്കും. മെർസൽ അടിപൊളിയായിരുന്നു, പാട്ടെല്ലാം അടിപൊളിയായിരുന്നു. ബാസ് ബൂസ്റ്റ് ചെയ്തായിരുന്നു, പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത ഇതേപോലെ ബിഗിൽ എന്ന് പറഞ്ഞ സിനിമ വരണം. അടിപൊളി, സൂപ്പർ. തുള്ളി കൂവി ചത്ത് മതി, അടിപൊളി ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ചേട്ടാ ലൈഫ് ടൈം എക്സ്പീരിയൻസ്. ഇത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണണം. അണ്ണൻ്റെ ബർത്ത്ഡേ ആയിട്ട് മാസ് പൊളി. ഇത് ഞാൻ തിയേറ്ററിൽ വന്ന് കണ്ടിട്ടില്ലായിരുന്നു, 2017 ഇറങ്ങി. പക്ഷേ അത് OTT കണ്ട ഒരു വിഷമമാണ്. ഇത് എപ്പോഴേലും ഇറങ്ങി വന്ന് കാണണമെന്നുണ്ട്. പക്ഷേ ഇന്ന് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ലൈഫിൽ, ഒരു തിയേറ്റർ എക്സ്പീരിയൻസിൽ. അതും ആലപ്പുഴ തമിഴ് ഈ തിയേറ്ററിൽ കാണാൻ പറ്റിയത്, അത് നമ്മൾ ഫോണിൽ കാണുമ്പോൾ തന്നെ അറിയാം അത് എത്രമാത്രം എഫക്റ്റീവാണ്. പക്ഷേ അത് തിയേറ്ററിൽ ഗംഭീര എക്സ്പീരിയൻസ്, വൺ ഓഫ് ദ ബെസ്റ്റ്, അടിപൊളിയായിരുന്നു. ഈ രക്ഷയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ FDFSനെ കാരണം ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ബർത്ത്ഡേ സ്പെഷ്യൽ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഒന്നും പറയാൻ പറ്റാത്ത എക്സ്പീരിയൻസ്. ഒരു 1.5 പടമായിരുന്നു. വിജയുടെ ഏറ്റവും ബെസ്റ്റ് കരിയർ ബെസ്റ്റ് കങ്കുവിന്റെ അത്രയില്ല, പക്ഷേ കങ്കുവിടെ അത്രയില്ല ബ്രോ. പൊളി സാധനം അത്ര തന്നെ. എല്ലാവരും ഒന്ന് കാണാൻ പറയും. ഇപ്പം തന്നെ ബുക്ക് ചെയ്യും. ഞാൻ സൂര്യവേരാണ്, പക്ഷേ വിജയ് തകർത്താടി കളഞ്ഞു, ഒരു രക്ഷയില്ല. ഇനി എന്താ പറയുക? ഡാൻസ് ഒക്കെ മപ്പ് താമ. നൈസ് പടം. സൂപ്പർ, എക്സലൻറ്റ്, ഭാവമായിട്ടുണ്ട്. നല്ല ഇപ്പോഴും വന്ന് തകർത്തിട്ടുണ്ട് നമ്മളെ തിയേറ്ററിനെ. വേറെ ലെവലാക്കി വിട്ടൊക്കെയാണ് തിയേറ്ററിനെ. എന്ന് വെച്ചാൽ ടിക്കറ്റ് വരെ കീറി, ബസ്സിൻ്റെ പൈസ വരെ കീറിയിട്ടൊക്കെയാണ് നിൽക്കുന്നത്. ആ ലെവലിൽ നിൽക്കുകയാണ്. സംസാരിക്കാൻ പോലും വയ്യ. ഒരുത്തരുടെ തൊണ്ട അടഞ്ഞ് ചത്ത് നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ അങ്ങനെയാണ് നമ്മളെ അണ്ണൻ്റെ സിനിമയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പീക്ക് ലെവലേ നമ്മൾ ചെയ്യത്തുള്ളൂ എന്ത് ചെയ്താലും. തിയേറ്ററിൽ ആ ഗ്ലിംസും കൂടെ ഇടണമായിരുന്നു ലാസ്റ്റ്, പക്ഷേ അത് ഇട്ടില്ലായിരുന്നു. ബാക്കിയെല്ലാം തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. വേറെ ലെവല് ബ്രോ. ശബ്ദം കണ്ട ഫ്രഷ് ആയിട്ട് ഒരു പടം ഇറക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു അതേപോലെ ആയിരുന്നു. ഇതേപോലെ 7 വർഷം എന്താ ഇല്ലേ, പക്ഷേ ഇപ്പം എങ്ങനെ ഇറക്കിയോ അതുപോലെ ഇപ്പം പുതിയതായിട്ട് ഇറക്കിയോ ഇരുന്നു. എക്സ്പീരിയൻസ് ഒക്കെ സെറ്റായിരുന്നു, നൈസായിരുന്നു. നല്ല സിനിമയാണ്, കൊള്ളാം. 2017 ശേഷം ഇപ്പോൾ വന്ന് കണ്ടപ്പോഴത്തേക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും കൊള്ളായിരുന്നു, നല്ല സിനിമയായിരുന്നു. പവർ തന്നെ സിനിമ, സെറ്റ് സിനിമ. പടം സെറ്റായിരുന്നു. റീ റിലീസ് നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ക്രൗഡുള്ള വിജയുടെ കൊള്ളായിരുന്നു, പൊളിയായിരുന്നു എക്സ്പീരിയൻസ്. ഞാനിത് അന്ന് FDFS കണ്ടതാണ്, അതിനെക്കാളും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ന് ഓരോ പാട്ട് വരുമ്പോൾ അതിൽ ഫുൾ ക്രൗഡായിരുന്നു. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കിടലായിരുന്നു, നല്ല രസം. നല്ല പടം. ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത്.
കൊള്ളാം കൊള്ളാം നല്ല 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 പോസ്റ്ററായിരുന്നു. വളരെ നല്ലൊരു പടം. വീണ്ടും കാണാൻ പറ്റിയതിൽ ദളപതി വിജയ് സാറിൻ്റെ ഇപ്പോൾ ബേസിക്കലി ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാനല്ല, ഒരു SFC സൂര്യ ഫാനാണ്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്ന് തന്നെയാണ് മെർസല്, തുള്ളാതമനവും തൊള്ളും, കത്തി, അതുപോലെയുള്ള വേട്ടയക്കാരൻ. ഇതെല്ലാം ആസ്വദിച്ച് കണ്ടൊരു സിനിമകൾ തന്നെയാണ്. ഇപ്പോഴും അദ്ദേഹത്തെ ഫാനല്ലെങ്കിൽ പോലും ഒരു നടനെന്നതിനേക്കാളും ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഇഷ്ടമുണ്ട്, വളരെ ഇഷ്ടമാണ്. റീ റിലീസൊക്കെ ആയപ്പം കൊള്ളായിരുന്നു. വിജയുടെ ഡബിൾ റോൾ ഉണ്ട്. ഇടലാൻ പടം നമ്മൾ പണ്ടേ കണ്ടതാണ്, പക്ഷേ വീണ്ടും ഒരു ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് വൈബി കാണുകയാണ്. മെർസൽ ഫസ്റ്റ് ടൈമാണ് റീ റിലീസ് കാണുന്നത്, അല്ലാതെ വിജയ് സിനിമയൊക്കെ തിയേറ്ററിൽ കാണാറുണ്ട്. അടിപൊളിയായിരുന്നു. ഞാൻ വിജയ് ഫാനാണ്, ചെറുപ്പം തൊട്ട് വിജയ് ഫാനാണ്. ഇവരും ഉണ്ട്, ഇവരും കൂടെ കാണിക്കും. പിന്നെ ഞാൻ വന്നത് എൻ്റെ ഫ്രണ്ട് സുരഭി കാരണമാണ്. പിന്നെ സുകന്യ, സുകുമാരൻ, സുചിത്ര, ദീപ്തി, ഇവൻ്റെ പേര് സോനു എന്നാണ്. എല്ലാം സൂപ്പറായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വിജയിലെ അതിൽ വെട്ടിമാരെ മരിക്കുന്ന സീനാണിപ്പം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇവരും ഭയങ്കര കരച്ചില്ല, ഇവർക്ക് ഞാനാണ് കരച്ചീഫ് കൊടുത്തത്. ഇവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എന്നിട്ട് വരുന്നില്ല ഞാൻ വിളിച്ചിട്ട്. കൊള്ളായിരുന്നു, നല്ല സിനിമയായിരുന്നു. ഫസ്റ്റ് ടൈമാണ് വന്നത് കാണാൻ, കൊള്ളായിരുന്നു. പൊളി മൂവിയായിരുന്നു, കൊള്ളായിരുന്നു. സെറ്റ് വൈബ്. തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണെന്ന് തോന്നി ടി വിയിൽ വന്നപ്പോഴേക്കും. പിന്നെ ഭയങ്കര ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെ വിജയ് ഈ മെർസൽ പോലുള്ള സിനിമയൊക്കെ തിയേറ്ററിൽ നിന്ന് കാണുന്നത്. പിന്നെ സച്ചിൻ ഈയിടയ്ക്ക് ഇറങ്ങിയപ്പോഴും വന്നായിരുന്നു.